ഹലോ, ഗുഡ് മോർണിംഗ്. വേളാങ്കണ്ണി ട്രിപ്പിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോയത് വയനാട്ടിലേക്കാണ്. വയനാട്ടിലേക്ക് തിരിച്ചു പോയതിനൊരു റീസൺ കൂടിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ വണ്ടി ട്രാവലർ എടുത്തത് അവിടെ നിന്നാണ്, മാർക്കോപോളോ. ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ഒട്ടും തന്നെ നമുക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ട്രിപ്പ് അടിച്ചു പൊളിച്ചു. വയനാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് നല്ലൊരു സ്റ്റേക്കേഷനാണ്, നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു റിസോർട്ട് തന്നെ കിട്ടി, ക്രിസ്റ്റൽ കുറുവ. ആക്ച്വലി നമ്മൾ എല്ലാ ഇയറിലും ഒരു സ്റ്റേക്കേഷൻ എടുക്കാറുണ്ടെങ്കിലും ഇതൊരു സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കുറേ സ്പേഷ്യസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര കാമായിരുന്നു. ഈ ഒരു പ്രാവശ്യത്തെ സ്റ്റേക്കേഷൻ എടുക്കുന്നതിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ഒരാളും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്, ടാരുമോള്. അപ്പോൾ ആൾക്കും കൂടി ഓക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് വേണം എടുക്കാൻ എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റി ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം പെട്ടെന്ന് പോയത് അറിഞ്ഞില്ല. പിന്നെ സ്പായും ഉണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം വരെ നമ്മൾ ആക്ടിവിറ്റി ഏരിയയിലാണ് കേട്ടോ ഇരുന്നത്. അവിടെ കുറേ ഗെയിംസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൈം പോയി. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിലൊക്കെ പോയിന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ പൂളിലേക്ക് പോയിട്ടോ. ഫാമിലി പൂൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പൂൾ തന്നെ ഉണ്ടായിരുന്നു. മമ്മി എന്നെ നീന്തൽ പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനെടുത്ത റൂമായിരുന്നു ഇത് പ്രൈവറ്റ് പൂൾ റൂമാണ് കേട്ടോ. കുറേ പ്രീമിയം റൂംസൊക്കെ ഉണ്ട്, എല്ലാ റൂംസും അടിപൊളിയായിരുന്നു. ഇത് പൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമായതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, പൂളിൽ ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൂമിലെ ഈ ഒരു ഏരിയ ആണ്, പൂളും കൂടിയുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ആണ് കേട്ടോ. സെക്കൻഡ് ഡേയിലെ വിശേഷവും സ്പായൊക്കെ അടുത്ത വീഡിയോയിൽ വരും. സോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.